ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 10 SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഏറ്റക്കുറച്ചിലുകളൊക്കെ തീർച്ചയായും കാണാൻ പറ്റും. ഏതായാലും നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഇപ്രാവശ്യം മഹീന്ദ്രയുടെ ബൊലേറോ സീരീസിലുള്ള വണ്ടികളാണ്. ബൊലേറോ എന്ന് പറയുമ്പോൾ ബൊലേറോ നിയോവും അതുപോലെ നമ്മുടെ പഴയ ബൊലേറോ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എന്തായാലും കഴിഞ്ഞ മാസം 9,849 വാഹനങ്ങളുടെ സെയിലാണ് ബൊലേറോയ്ക്ക് കമ്പൈൻഡ് ആയിട്ട് കിട്ടിയത്. ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2023 ഒക്ടോബറിൽ 9,647 വാഹനങ്ങളുടെ സെയിലായിരുന്നതിന് കിട്ടിയിരുന്നത്. അതായത് 2.09% ഗ്രോത്ത് റേറ്റ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ബൊലേറോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കാരണം ഡീ ഗ്രോത്ത് വന്നിട്ടില്ല. ഈ ലിസ്റ്റിൽ 2 വാഹനങ്ങൾക്ക് ഡീ ഗ്രോത്ത് വന്നിട്ടുണ്ട്, ബാക്കി എല്ലാത്തിനും ഗ്രോത്ത് ആണ്. പിന്നെ ഈ ചെറിയ രീതിയിൽ ഗ്രോത്ത് വന്നിരിക്കുന്ന വണ്ടികളും അത്യാവശ്യം കുറച്ചുണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തിലും നമുക്ക് വലിയ കുറ്റമൊന്നും പറയാനില്ല. ഇത് പിന്നെ ഒരു റഫ് ആൻഡ് ടഫ് ഓഫ് റോഡ് SUV ആണ് ബൊലേറോ എന്ന് പറഞ്ഞാൽ, കൺവെൻഷണൽ ബൊലേറോ. നിയോ പിന്നെയും ബൊലേറോ അത്രയും സെയിലില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ് സെയിൽ. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ തന്നെയാണ് XUV700. ഈ SUVകളുടെ കേസ് എടുക്കുന്ന സമയത്ത് മഹീന്ദ്ര തന്നെയാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതും ഇത്രയും വിലയുള്ള വണ്ടികളാണെന്നും കൂടെ ആലോചിക്കണം. XUV700 കഴിഞ്ഞ മാസം 10,435 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഇതിന് പിന്നെ കമ്പൈൻഡ് ഒന്നും ഇല്ല, ഇത് ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ 700 ആയിട്ട്. ഇതിൻ്റെ ഇലക്ട്രിക് ഒന്നും ഇല്ല, ആകെപ്പാട് പെട്രോളും ഡീസലും ഉണ്ട്. ഇപ്പം ഇലക്ട്രിക് ഇനിയിപ്പോൾ അടുത്ത മാസം വരും, അതായത് ഈ മാസം 26 വരെ അൺവെയിൽ ചെയ്യും വണ്ടി. ലോഞ്ച് മിക്കവാറും അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇതിന് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2023 ഒക്ടോബറിൽ 9,297 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരുന്നത്. 1,138 വാഹനങ്ങളുടെ വ്യത്യാസവും 12.24% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആണ്. പിന്നെ ഇതിൻ്റെ കൺവെൻഷൻ, അതായത് SUV പോലിരിക്കുന്ന ഇലക്ട്രിക് വണ്ടിയുടെ റിവീൽ എടുത്തൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൂപ്പേ വേർഷൻ്റെ ഇലക്ട്രിക്കിൻ്റെ റിവീലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂവിന് കഴിഞ്ഞ മാസം 10,901 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. വെന്യൂ ആണ് 10,900 റേഞ്ചിൽ സെയിൽ നിൽക്കുന്നത്, XUV700 10,400 റേഞ്ചിൽ നിൽക്കുന്ന സെയിൽ. സോ രണ്ട് വണ്ടികളുടെ സെഗ്മെൻറ്റും പ്രൈസും ഒക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും മഹീന്ദ്ര എന്തോരാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എനിവേ നമ്മളിപ്പോൾ ഇതിൻ്റെ സെയിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2023 ഒക്ടോബറിൽ 11,581 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. 680 വണ്ടികളുടെ വ്യത്യാസവും 5.87% ഡീ ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി വെന്യൂ ആണ്. പക്ഷേ ആകെപ്പാടെ 2 വണ്ടികൾക്ക് ഡീ ഗ്രോത്ത് റേറ്റ് ഉള്ളൂ. അപ്പോൾ പിന്നെ ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം എന്തായാലും 2 എണ്ണത്തിനാണല്ലോ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരെണ്ണത്തിന് കുറവ്, ഒരെണ്ണത്തിന് കൂടുതലായിരിക്കും. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയുടെ സെയിൽ കഴിഞ്ഞ മാസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. 14,083 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇങ്ങനെ 14,000+ റേഞ്ചിലേക്ക് പോയ സമയത്ത് ഇത് ക്രെറ്റയെ ഓവർടേക്ക് ചെയ്താണ് സെയിലിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം അതിന് പറ്റിയിട്ടില്ല, കാരണം ക്രെറ്റ നേരെ ഏറ്റവും മുകളിലേക്ക് പോയി. അത് നമുക്ക് ക്രെറ്റയിലേക്ക് വരാം. എന്തായാലും ഗ്രാൻഡ് വിറ്റാരയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 2023 ഓഗസ്റ്റിൽ 2023 ഒക്ടോബറിൽ 10,834 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരുന്നത്. 3,249 വാഹനങ്ങളുടെ വ്യത്യാസം 29.99% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മൾ ഈ ലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയാം. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. ആൻഡ് ഈ വണ്ടി അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു വണ്ടിയാണ് ഈ സെഗ്മെൻറ്റിൽ, അത് മാരുതി കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ നെക്സോൺ EV, നെക്സോൺ CNG എല്ലാം കൂടെ വരുന്ന വണ്ടികളാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,759 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഒക്ടോബർ 2023 16,887 വാഹനങ്ങളുടെ സെയിലും ലഭിച്ചായിരുന്നു. 2,128 വാഹനങ്ങളുടെ വ്യത്യാസവും 12.6% ഡീ ഗ്രോത്ത് റേറ്റുമാണ് നെക്സോണിന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം നെക്സോൺ ആണ്. ഇതിന് മുന്നേയൊക്കെ, അതായത് നമ്മൾ 2023 കണക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ 15,000 മുകളിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് നെക്സോൺ. 24 തുടങ്ങിയപ്പോൾ തൊട്ട് പഞ്ചിൻ്റെ സെയിൽ കയറാൻ തുടങ്ങി. പക്ഷേ ഇപ്പം പഞ്ചിൻ്റെ സെയിലും താഴ്ന്നു തുടങ്ങി, നെക്സോണിൻ്റെ സെയിലും താഴ്ന്നു തുടങ്ങി. നെക്സോൺ ആക്ച്വലി കഴിഞ്ഞ മാസം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തതെന്ന് പറയേണ്ടി വരും. കാരണം ഇതിന് മുന്നേ 12,000 13,000 ആ റേഞ്ചിലായിരുന്നു, അതിൽ നിന്ന് ഇപ്പോൾ 15,000 റേഞ്ചിലേക്കെങ്കിലും കയറിയിട്ടുണ്ട്. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനങ്ങൾ നമ്മുടെ മഹീന്ദ്രയുടെ തന്നെയാണ്. വീണ്ടും സ്കോർപിയോ എന്നും സ്കോർപിയോ ക്ലാസിക്കും ആണ്. താർ റോക്സ് ഈ ലിസ്റ്റിൽ ഇപ്പം നിലവിലില്ല, പക്ഷെ അധികം വൈകാതെ തന്നെ ചിലപ്പോൾ കയറുമായിരിക്കും. അതിൻ്റെ പ്രൊഡക്ഷൻ അവർക്കൊന്ന് സ്റ്റേബിൾ ആക്കിക്കൊണ്ട് വരണമല്ലോ, നല്ല പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ലിസ്റ്റിൽ കാണുന്ന വണ്ടികളൊക്കെ അവർ പതുക്കെ പ്രൊഡക്ഷൻ കൂട്ടി വന്നിട്ടുള്ളതാണ്. ഈ 700 ഒക്കെ പണ്ട് അവർ 6,000 വെച്ചായിരുന്നു ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതിപ്പം 10,000 വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കോർപിയോ എന്ന് പറയുമ്പം സ്കോർപിയോ എന്നും ക്ലാസിക്കും 2 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് കഴിഞ്ഞ മാസം 15,677 വാഹനങ്ങൾ സെയിലാണ് ഇത് ലഭിച്ചത്. ഒക്ടോബർ 2023 13,578 വാഹനങ്ങളുടെ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. അതായത് 2,099 വാഹനങ്ങളുടെ വ്യത്യാസം 15.46% ഗ്രോത്ത് റേറ്റ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. മഹീന്ദ്ര ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടിയും സ്കോർപിയോ തന്നെയാണ്. അതും അവരുടെ കൂടുതൽ അഡ്വാൻസ്ഡ് കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഉള്ള 700 അതുപോലെ താർ റോക്സ് ഒക്കെ അവിടെ ഉണ്ടായിട്ട് പോലും സ്കോർപിയോ ആണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വാങ്ങുന്നത്.
ഇനി അടുത്തായി ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ പെട്രോൾ, CNG, ഇലക്ട്രിക് എല്ലാം കൂടെ വരുന്ന വേർഷൻസ് ആണ്. ഇതിനും കഴിഞ്ഞ മാസം 15,740 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഒക്ടോബർ 2023 15,317 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. 423 വാഹനങ്ങളുടെ വ്യത്യാസം, 2.76% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണ് പഞ്ച്. ബട്ട് അറ്റ്ലീസ്റ്റ് കുഴപ്പമില്ല, ഗ്രോത്ത് ആണ്, ഡീഗ്രോത്ത് അല്ല. ഇതിപ്പം 2023 ആയതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി ഈ വർഷം സെയിൽ കൂടുതൽ വന്നത്. കാരണം ആ ഒരു സമയത്ത് പഞ്ചിൻ്റെ സെയിൽ പതുക്കെ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 24 തുടങ്ങിയപ്പോൾ തൊട്ടാണ് പഞ്ചിങ്ങനെ ചില മാസങ്ങളിലൊക്കെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും അതുപോലെ 15,000 മുകളിലും 18,000 മുകളിലൊക്കെ സെയിൽ വന്നു തുടങ്ങിയത്. ഇപ്പോൾ എന്തായാലും പിന്നെ എന്താണെന്ന് 15,000 റേഞ്ചിലേക്ക് പഞ്ച് വന്നിട്ടുണ്ട്. മിക്കവാറും കർവിൻ്റെ പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. ഇനി അടുത്തതായി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് നല്ല സെയിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 16,419 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ 11,357 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 5,062 വാഹനങ്ങളുടെ വ്യത്യാസവും 44.57% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഫ്രോങ്സ്. ഇത് തന്നെ നല്ല വണ്ടിയാണ്. ഏറ്റവും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് 1.2 NA പെട്രോൾ ടോപ്പ് എൻഡിലും സെക്കൻഡ് ടോപ്പിലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതും കൂടെ കൊടുത്തിരുന്നാൽ ചിലപ്പോൾ കുറച്ചും കൂടെ സെയിൽ കയറി പോയേനെ. കാരണം ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതിൻ്റെ 1.2 NA പെട്രോൾ എഞ്ചിനുള്ള ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അത് ബാക്കി ടോപ്പ് എൻഡിൽ അവർ 1.2 കൊടുക്കാത്തതുകൊണ്ടാണ് അത് നല്ല പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്, ടർബോവും അതുപോലെ എണ്ണയും. ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് മാരുതി സുസുക്കിയുടെ തന്നെയാണ്. ബ്രസയാണ് ഈ ഒരു പൊസിഷനിലുള്ളത്. കഴിഞ്ഞ മാസം 16,565 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. 2023 ഒക്ടോബറിൽ 16,050 വാഹനങ്ങൾ സെയിലും ലഭിച്ചായിരുന്നു. 515 വാഹനങ്ങളുടെ വ്യത്യാസവും 3.21% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് നമ്മുടെ ബ്രസ. പക്ഷേ എന്നാലും കുറ്റം പറയാൻ പറ്റില്ല. 16,000 മുകളിൽ സെയിൽ കിട്ടുന്ന ഒരു സപ്പോമീറ്റർ SUV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല സെയിൽ തന്നെയാണ്. പക്ഷേ ഇതിനെയും ഓവർടേക്ക് ചെയ്ത് ഏത് വണ്ടിയായിരിക്കും കയറിപ്പോയിട്ടുണ്ടാവുക എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇതുവരെ ലിസ്റ്റിൽ കാണാത്ത വണ്ടി ഏതാണ് എന്നാലോചിച്ചാൽ മതി, അപ്പോൾ തന്നെ കത്തിക്കോളും. ചിലവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. നിങ്ങൾ ഗസ് ചെയ്തത് ശരിയാണെങ്കിൽ സംഭവം കറക്റ്റാണ്. ഇതിന് കഴിഞ്ഞ മാസം 17,497 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഒക്ടോബർ 2023 13,077 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 4,420 വാഹനങ്ങളുടെ വ്യത്യാസവും 33.8% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. രണ്ടാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ക്രെറ്റ. ഈ 17,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൈസ് സെഗ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ്. ആൻഡ് കുറേ കാലമായിട്ട് അബവ് 4 മീറ്റർ കാറ്റഗറിയിൽ എടുക്കുന്ന SUVs നോക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള വണ്ടി ക്രെറ്റയാണ്. ഇതിനെ പൊട്ടിക്കാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. ഗ്രാൻഡ് വിറ്റാര നേരത്തെ പറഞ്ഞൊരു ഒറ്റ പ്രാവശ്യം ഓവർടേക്ക് ചെയ്തായിരുന്നു, അതിൽ കൂടുതൽ ആ വണ്ടിക്കും പറ്റിയിട്ടില്ല. അതായത് ഈ സെഗ്മെൻറ്റിൽ കറക്റ്റായിട്ട് ഒരു മൊണോപ്പൊളി ആണെന്ന് കൈൻഡ് ഓഫ് വേണമെങ്കിൽ പറയാം. പക്ഷേ സപ്പോമീറ്റർ സെഗ്മെൻറ്റ് ഇങ്ങനെയല്ല. അവിടെ ആൾക്കാർ അത്യാവശ്യം വൈഡ് വെറൈറ്റി വണ്ടികൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ചില മാസങ്ങളിൽ നെക്സോൺ നമ്പർ 1 വരും, ചില മാസങ്ങളിൽ ബ്രസ നമ്പർ 1 വരും. അങ്ങനെ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല പ്രിഫറൻസ് ഉണ്ട് ആ ഒരു സെഗ്മെൻറ്റിൽ. ഏതായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.